നമ്മുടെ ശരീരത്തിൽ 60% വെള്ളമാണ്. ശരീരത്തിന്റെ പ്രവർത്തനം കൃത്യമായി നടക്കണമെങ്കിൽ വെള്ളം എത്തേണ്ടത് അനിവാര്യം തന്നെ. ഒരു ദിവസം കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം 2 ലിറ്ററിനടുത്ത് വെള്ളം നമ്മൾ കുടിക്കണം. വെള്ളം കുടിച്ചാൽ ഉമിനീരിന്റെ ഉൽപാദനം കൂടുന്നു, എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു, ഓക്സിജന്റെ അളവ് കൂട്ടുന്നു, ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിക്കും, മാലിന്യം പുറന്തള്ളാൻ സഹായിക്കും, കൂടാതെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. ശരീരത്തിൽ നിന്ന് മൂത്രമായും വിയർത്തും വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. ശരീര താപനില നിലനിർത്താൻ വെള്ളം അത്യാവശ്യമാണ്. എന്നാൽ വെള്ളം എങ്ങനെ, ഏത് രീതിയിൽ കുടിക്കണമെന്ന് പലർക്കും അറിയില്ല. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചതിനു ശേഷം 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഉത്തമം. രാവിലെ വ്യായാമം ചെയ്യുന്നതിന്റെ 15 മിനിറ്റ് മുന്നേ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. എന്നാൽ വയർ നിറയെ വെള്ളം കുടിക്കുന്നതും ശരിയല്ല. അത് വ്യായാമം ചെയ്യുന്നതിന്റെ പ്രകടനത്തെ ബാധിക്കും. കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വ്യായാമം ചെയ്തു കഴിഞ്ഞ് ഉടനടി വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. ഒരു 10-15 മിനിറ്റിന് ശേഷം വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം. വ്യായാമത്തിനിടയിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് ഉടനടി വെള്ളം കുടിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല. എന്നാൽ അത് എപ്പോൾ എന്ന സംശയവും സ്വാഭാവികമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപും അരമണിക്കൂർ ശേഷവും വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ വെള്ളം കുടിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും. ഇങ്ങനെ ചെയ്താൽ ശരിയായ രീതിയിൽ ദഹന പ്രക്രിയ നടക്കില്ല. ഒരു സമയം എത്ര വെള്ളം കുടിക്കാമെന്നതും എല്ലാവരുടെയും സംശയമാണ്. 5 മുതൽ 6 ഗ്ലാസ് വരെ കുടിക്കുന്നവരുണ്ട്. എന്നാൽ അതും ശരിയല്ല. ഒരു സമയം 1 അല്ലെങ്കിൽ 2 ഗ്ലാസ് കുടിക്കുന്നതാണ് ഉചിതം. അതും തുടർച്ചയായി കുടിക്കാൻ പാടില്ല. പതുക്കെ പതുക്കെ ഇരുന്ന് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തുടർച്ചയായി ഒരേ സമയം തന്നെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെയേറെയാണ്. ശരീരത്തിന് വേണ്ടത്ര വെള്ളം കുടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അരമണിക്കൂറിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിൽ പതുക്കെയാവണം കുടിക്കേണ്ടത്. തുടർച്ചയായി നിർത്താതെ വെള്ളം കുടിച്ചതുകൊണ്ട് മൂത്രവിസർജനം നടത്തുന്നതിൽ പോലും ഇത് കാര്യമായ രീതിയിൽ ബാധിക്കും. ഇനി എല്ലാവരുടെയും മറ്റൊരു സംശയമാണ് രാത്രി കിടക്കാൻ നേരം വെള്ളം കുടിക്കുന്നത്. അതെ, കിടക്കാൻ നേരം കുറച്ചെങ്കിലും വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. കാരണം ഇതുവഴി ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ് അടക്കമുള്ള പല അസുഖങ്ങളുടെയും റിസ്ക് കുറയ്ക്കുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും. അതേസമയം അസുഖങ്ങളുള്ള സമയത്ത് ചൂടുവെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിന് വേണ്ട രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നത് സ്വയം വിലയിരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഇനി തുടർച്ചയായി ഒരേ സമയം തന്നെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും ഏറെയാണ്. അതേസമയം ഇത്രയും ഗുണമുള്ള ഈ വെള്ളം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വില്ലനായും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഒരാൾ വെള്ളം കുടിച്ചു മരിച്ചു. ഇത് കേട്ട് അത്ഭുതപ്പെടേണ്ട സംഭവം സത്യമാണ്. അമിതമായി വെള്ളം കുടിച്ചതിനെ തുടർന്ന് അമേരിക്കയിലെ ഒരു സ്ത്രീ മരിച്ച വാർത്ത നാളുകൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു. അധികമായാൽ അമൃതവും വിഷമാണ്. അതുപോലെ തന്നെ വെള്ളവും അധികമായാൽ അപകടമാണ്. വാട്ടർ ടോക്സിസിറ്റി എന്ന അവസ്ഥയാണിത്. ജലവിഷബാധ, ഹൈപ്പർ ഹൈഡ്രേഷൻ, ഓവർ ഹൈഡ്രേഷൻ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ മാരകമായേക്കാവുന്ന ഒരു അസ്വസ്ഥതയാണിത്. യുഎസിലെ ഇന്ത്യാനയിൽ നിന്നുള്ള ഒരു യുവതി വളരെ വേഗത്തിൽ വെള്ളം കുടിച്ചതാണ് ഇവരുടെ മരണകാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 20 മിനിറ്റിനുള്ളിൽ 1.8 ലിറ്റർ വെള്ളമാണ് ഇവർ കുടിച്ചു തീർത്തത്. അതായത് 4 കുപ്പി വെള്ളം. വെള്ളം മറ്റേതൊരു പദാർത്ഥത്തെയും പോലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമിതമായി ഉള്ളിൽ ചെന്നാൽ വിഷമായി കണക്കാക്കാം. സാധാരണയായി മിക്ക ആളുകൾക്കും ഒരു ദിവസം 2 മുതൽ 4 ലിറ്റർ വരെ വെള്ളം മതിയാകും. ചില ന്യൂറോളജിക്കൽ അവസ്ഥകളോ മാനസിക വൈകല്യങ്ങളോ ഉള്ള ആളുകൾക്ക് അമിതമായി ദാഹമുണ്ടാകാം. 5 ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിച്ചാൽ സോഡിയത്തിന്റെ അളവ് കുറയുകയും അനുബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഹൃദയസ്തംഭനമോ വൃക്കരോഗമോ ഉള്ള രോഗികൾക്ക് വെള്ളം കുടിക്കുന്നതിന് നിയന്ത്രണം ആവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടി നിൽക്കാനും ശ്വാസതടസ്സം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം വില്ലനായി മാറുന്നുവെന്ന് പറയുന്നത്. വെള്ളമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല. എന്നാൽ അധികമായാൽ വെള്ളവും വിഷമാണ്.